നൃപകുമാരി ദ്രൗപദി. ദ്രുപദ നൃപകുമാരി ദ്രൗപദി സ്വയംവരത്തിനായാഗമിച്ചു. ദ്രുപദ നൃപകുമാരി ദ്രൗപദി സ്വയംവരത്തിനായാഗമിച്ചു. ദ്രുപദ നൃപകുമാരി ദ്രൗപദി സ്വയംവരത്തിനായാഗമിച്ചു. സുകൃതമിതെന്ന പോൽ പാണ്ഡു പുത്രരും ഇടം കൊണ്ടു രാജവൃന്ദേ. സുകൃതമിതെന്ന പോൽ പാണ്ഡു പുത്രരും ഇടം കൊണ്ടു രാജവൃന്ദേ. ശരമൊന്നു തൊടുത്തു ശരമൊന്നു തൊടുത്തു പാർത്ഥൻ ജയം വരിച്ചു സ്വയംവരത്തിൽ. ശരമൊന്നു തൊടുത്തു പാർത്ഥൻ ജയം വരിച്ചു സ്വയംവരത്തിൽ. വിധിവിഹിതത്തിൽ ദ്രുപദകുമാരി പത്നിയായി ഭവിച്ചു പാണ്ഡവർക്കും. വിധിവിഹിതത്തിൽ ദ്രുപദകുമാരി പത്നിയായി ഭവിച്ചു പാണ്ഡവർക്കും. പത്നിയായി ഭവിച്ചു പാണ്ഡവർക്കും. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടീം എയോടാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: അഹല്യയെ ഗൗതമ മുനിക്ക് കൊടുത്തതാര്? എ ഇന്ദ്രൻ, ബി മാന്ധാതാവ്, സി ബ്രഹ്മാവ്, ഡി കുബേരൻ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. മോള് പെട്ടെന്ന്. ഓപ്ഷൻ സി ബ്രഹ്മാവ്. ഓപ്ഷൻ സി ബ്രഹ്മാവ്. ലോക്ക് ചെയ്യാലോ? ലോക്ക് ചെയ്യാണ്. കരഞ്ഞോണ്ടാ പറയണേ ചേട്ടേ. ഓക്കെ, ഓപ്ഷൻ സി ബ്രഹ്മാവ്. അപ്പം ടീം എക്ക് 2 മാർക്ക്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. അമൃത വിദ്യാലയം ചെറുതുരുത്തി. ക്വസ്റ്റ്യൻ ഇതാണ്: ഭരതന്റെ ഭാര്യയുടെ പേര്? എ മാണ്ഡവി, ബി ശ്രുതകീർത്തി, സി ഊർമിള, ഡി തിലോത്തമ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എ മാണ്ഡവി. എ മാണ്ഡവി. ഓക്കെ, നമ്മൾ ലോക്ക് ചെയ്യാണ്. എ മാണ്ഡവി. ഉത്തരം ശരിയാണ്. അമൃത വിദ്യാലയത്തിനും 2 പോയിന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം എയോടാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: വസിഷ്ഠന്റെ ആശ്രമത്തിലെ ദിവ്യധേനുവിന്റെ പേര്? എ നന്ദിനി, ബി കാമധേനു, സി സുനന്ദിനി, ഡി വെച്ചൂർ പശു. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. കാമധേനു. കാമധേനു. ഓക്കെ, നമ്മൾ ലോക്ക് ചെയ്യാണ്. ബി കാമധേനു. ശരിയാണോ? ഉറപ്പാണ്? ഓക്കെ, ബി കാമധേനു ശരിയായ ഉത്തരവാണ്. 4ാമത്തെ ക്വസ്റ്റ്യൻ ടീം ബിയോട്. ക്വസ്റ്റ്യൻ ഇതാണ്: പരശുരാമൻ കൊടുത്ത വില്ലു കുലച്ച് ബാണം തൊടുത്ത രാമൻ ആ അമ്പിന് ലക്ഷ്യം കാട്ടിത്തരണം എന്ന് പറയുമ്പോൾ പരശുരാമൻ കാട്ടിക്കൊടുത്ത ലക്ഷ്യം എന്താണ്?
എ തന്റെ യാത്രാമാർഗങ്ങൾ, ബി തന്റെ പാണ്ഡിത്യം, സി തന്റെ പുണ്യങ്ങൾ, ഡി തന്റെ പാപങ്ങൾ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. തന്റെ പാപങ്ങൾ. തന്റെ പാപങ്ങൾ ലോക്ക് ചെയ്യണോ? ഓക്കെ, ലോക്ക് ചെയ്യണം. ഡി തന്റെ പാപങ്ങൾ. പാപങ്ങളായിരിക്കോ? തെറ്റാണ് ആൻസർ. സാരമില്ല, നമുക്ക് ആ ക്വസ്റ്റ്യൻ ടീം എക്ക് കൈമാറാം. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ പകുതി പോയിന്റ് കിട്ടുകയുള്ളൂ. ക്വസ്റ്റ്യൻ ഇതാണ്: പരശുരാമൻ കൊടുത്ത വില്ലു കുലച്ച് ബാണം തൊടുത്ത രാമൻ ആ അമ്പിന് ലക്ഷ്യം കാട്ടിത്തരണം എന്ന് പറയുമ്പോൾ പരശുരാമൻ കാട്ടിക്കൊടുത്ത ലക്ഷ്യം എന്താണ്? എ തന്റെ യാത്രാമാർഗങ്ങൾ, ബി തന്റെ പാണ്ഡിത്യം, സി തന്റെ പുണ്യങ്ങൾ. യുവർ ടൈം സ്റ്റാർട്ട് നൗ. തന്റെ പാണ്ഡിത്യം. ഉറപ്പാണ് തന്റെ പാണ്ഡിത്യം. ലോക്ക് ചെയ്യാലോ അല്ലേ? ഓക്കെ, ഞാൻ ലോക്ക് ചെയ്യുന്നു. തന്റെ പാണ്ഡിത്യം. തെറ്റാണ് ഉത്തരം. ടീം എയും ബിയും ഉത്തരം പറയാതെ വന്ന സാഹചര്യത്തിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ നമ്മളുടെ ജഡ്ജസിന് കൈമാറുകയാണ്. പക്ഷെ നിങ്ങൾക്ക് ലൈഫ് ലൈൻ ഉപയോഗിക്കായിരുന്നല്ലോ, മുത്തശ്ശിയോട് ചോദിക്കായിരുന്നു. എന്താ ചോദിച്ചില്ല? പിന്നെ എന്തിനാ അങ്ങനെ നിങ്ങൾ അങ്ങോട്ട് ഒരു തീരുമാനം എടുത്തത്? എനിവേ, നമുക്ക് നമ്മളുടെ ജഡ്ജസിനോട് ചോദിക്കാം. ശ്രീ രാഹുൽ ഈശ്വർ, ഒരുപക്ഷെ രാമായണം ഒരുപാട് കാര്യങ്ങളുടെ ഒരു സംഗ്രഹമാണ്. അതിലൊരുപാട് ചരിത്രമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇതിഹാസമുണ്ട്, സംസ്കാരമുണ്ട്. അപ്പം ഒരുപക്ഷെ സിംബോളിക്കായി ഏറ്റവും നല്ല ഉത്തരം തന്നെയാണ് ഈ ചോദ്യത്തിനുള്ളത്. തൻ്റെ പുണ്യങ്ങളാണ് അതിൻ്റെ ഉത്തരം. താങ്ക് യു സോ മച്ച്. എയോടാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഇതാണ്: ജനകൻ സീതയുടെ വിവാഹം എങ്ങനെ വേണമെന്നാണ് നിശ്ചയിച്ചിരുന്നത്? എ ധനശുൽക്കമായി, ബി വീരശുൽക്കമായി, സി കന്യാദാനമായി, ഡി സ്വയംവരമായി. ടൈം സ്റ്റാർട്ട് ആയേ. സ്വയംവരമായി. സ്വയംവരമായി. മുത്തശ്ശിയോടൊന്നും അപ്പൊ ചോദിക്കണ്ട. ഓക്കെ, ലോക്ക് ചെയ്യാണ്. സ്വയംവരമായി. സീതയുടെ കല്യാണമാണ് ജനകനാണ് തീരുമാനിച്ചത്. എങ്ങനെയാണ് രാമൻ വന്നത് അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതൊരു സ്വയംവരം എന്നുള്ള ബേസിലായിരുന്നോ? എനിവേ, നമുക്ക് നോക്കാം ശരിയാണോ തെറ്റാണോന്ന്. ഉത്തരം തെറ്റാണ്. സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ബിക്ക് കൈമാറുകയാണ്. സെയിം ക്വസ്റ്റ്യൻ ആണ്: ജനകൻ സീതയുടെ വിവാഹം എങ്ങനെ വേണമെന്നാണ് നിശ്ചയിച്ചിരുന്നത്? എ ധനശുൽക്കമായി, ബി വീരശുൽക്കമായി, സി കന്യാദാനമായി. നിങ്ങൾക്ക് മുത്തശ്ശിയോട് ചോദിക്കാം കേട്ടോ. വീരശുൽക്കമായി. വീരശുൽക്കമായി. ബി വീരശുൽക്കമായി. നോക്കാട്ടോ. ശരി ഉത്തരമാണ്. ബി നേടിയിരിക്കുന്നത് 1 പോയിന്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബിയോടാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: അംഗരാജാവായ രോമപാദന്റെ പുത്രിയുടെ പേര്. ഇവർ ഋഷ്യശൃംഗന്റെ ഭാര്യയാണ്. എ സാവിത്രി, ബി സൈരന്ധ്രി, സി കുമുദിനി, ഡി ശാന്ത. ടൈം സ്റ്റാർട്ട് ആയി കേട്ടോ. ശാന്ത. ഉറപ്പാണ്. ഞാൻ ലോക്ക് ചെയ്യാണ്. ശാന്ത. നമുക്ക് പുരാണങ്ങളിലൊക്കെ ശാന്ത എന്ന് പറയുന്ന ഒരു പേരൊക്കെ ഉണ്ടാവും തോന്നുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ, ഫൈൻ. ഉത്തരം ശരിയാണ്. ആശ്രമപദമിതമാർക്കുള്ളു മനോഹരമാശ്രയയോഗ്യം നാനാജന്തു സംവീതം താനും എത്രയുമാഹ്ലാദമുണ്ടായിതു മനസ്സിമേ തത്വമെന്തെന്നതരുൾ ചെയ്യണം തപോനിധേ. മഹർഷി, നാം എങ്ങോട്ടാണ്? അയോധ്യയിലേക്ക് മടങ്ങുകയാണോ അതോ മറ്റെവിടേക്കെങ്കിലും നീങ്ങുകയാണോ? അയോധ്യയിലേക്ക് മടങ്ങാറായിട്ടില്ല കുമാര. നമ്മളിപ്പോൾ പോകുന്നത് മിഥിലാപുരത്തേക്കാണ്. അവിടെ എന്താണ് വിശേഷം മഹർഷി? അവിടെ പലതുണ്ട് വിശേഷം. ഇപ്പോൾ മുഖ്യം 2. മിഥിലാധിപനായ ജനക മഹാരാജാവ് അവിടെ പരമധാർമ്മികമായൊരു യജ്ഞം നടത്താൻ ഒരുങ്ങുന്നു. നമുക്കതിൽ പങ്കെടുക്കാം. പിന്നെ ത്രയംബകം എന്നൊരു വില്ലുണ്ട് അവിടെ, മഹാദേവനായ ശിവന്റെ വില്ല്. രാമകുമാരനത് കാണണം. മഹർഷി, ദേ നോക്കൂ, ഇത് കണ്ടോ? എത്ര മനോഹരമായ ഉദ്യാനം. വൃക്ഷങ്ങളും പൂച്ചെടികളും, എന്തിന് വരുന്നൽ തൈകൾ പോലും ഉണ്ടല്ലോ. എത്ര മനോഹരമാണ് ആ ഉദ്യാനം. തീർച്ചയായും ഇതേതോ മഹാമുനിയുടെ ആശ്രമമാണ്, അല്ലേ മഹർഷി? കുമാരന് തെറ്റിയിട്ടില്ല.
ഇതൊരു ആശ്രമവാടം തന്നെയാണ്. മഹാതപസ്യായ ഗൗതമൻ വസിച്ചിരുന്ന ആശ്രമം. പക്ഷേ ഇത് തീർത്തും വിജനമാണല്ലോ. അത് വിജനമാണ്. അതിനു പിന്നിൽ വലിയൊരു കഥയുണ്ട്. കോപതാപങ്ങൾ മൂത്ത ഒരു മഹർഷിയുടെ ശാപം ഏറ്റുവാങ്ങിയ സ്ഥലമാണിത്. എങ്കിൽ അതിനെ കുറിച്ച് പറയും മഹർഷേ. പറയാം. മഹാതപസ്യാണ് ഗൗതമ മുനി. ബ്രഹ്മസൃഷ്ടിയിൽ വെച്ച് ഏറ്റവും സുന്ദരിയായ അഹല്യയായിരുന്നു ഗൗതമന്റെ പത്നി. ഒരിക്കൽ ഗൗതമന്റെ അസാന്നിധ്യത്തിൽ ഗൗതമ വേഷം ധരിച്ചെത്തിയ ദേവേന്ദ്രൻ അഹല്യയെ പ്രാപിച്ചു. ധർമ്മോചിതമല്ലാത്ത ഇന്ദ്രപ്രവൃത്തി മനസ്സിലാക്കിയ ഗൗതമൻ ഇന്ദ്രനെ മാത്രമല്ല തന്റെ പ്രിയ പത്നി അഹല്യയും ശപിച്ചു. അതെന്തിനാണ് മഹർഷി അഹല്യയെ ശപിച്ചത്? അഹല്യ തെറ്റിദ്ധാരണ മൂലമല്ലേ അതിന് വശംവദയായത്? ആയിരിക്കാം. പക്ഷേ അഹല്യയുടെ പ്രവൃത്തി ബോധപൂർവമാണെന്ന് ഗൗതമൻ വിശ്വസിച്ചു. അങ്ങനെയാണ് അദ്ദേഹം അഹല്യയ്ക്ക് ശാപം നൽകിയത്. ഗൗതമമുനി അഹല്യയെ എന്തു പറഞ്ഞാണ് ശപിച്ചത്? എങ്ങനെയാണ് ശിക്ഷിച്ചത്? ദുർവൃത്തിയായ നീ 1000 ആണ്ടുകൾ താപത്തോടെ വായു മാത്രം ഭക്ഷിച്ച് ഇവിടെ ഈ വെണ്ണീരിൽ കിടക്കും. അതായിരുന്നു ശാപം. എന്നിട്ട് ഇപ്പോഴും അഹല്യ ഈ വിജനമായ ആശ്രമത്തിൽ കിടക്കുന്നുണ്ടെന്നാണോ അങ്ങ് പറയുന്നത്? അതേ കുമാര, അഹല്യത ആ ആശ്രമത്തിനുള്ളിലുണ്ട്. അത്യുഗ്ര തപസ്സുകൊണ്ട് അചഞ്ചല ചിത്തയായി ശിലാഭാവത്തിൽ ഭക്ഷ്യപേയങ്ങൾ വെടിഞ്ഞ് ദേവിയത ആ ആശ്രമത്തിനുള്ളിലുണ്ട്. ഈ കഠിന ശാപത്തിൽ നിന്ന് മുക്തി നേടാൻ ഗൗതമ മഹർഷി ഒരു മോക്ഷമാർഗം ഉപദേശിച്ചിട്ടില്ലേ മഹർഷി? ഉണ്ട്. അഹല്യയ്ക്ക് മോക്ഷമുണ്ട്. ഇപ്പോഴിതാ അതിന് സമയമായിരിക്കുന്നു കുമാര. നിമിത്തങ്ങളെല്ലാം വന്നണഞ്ഞിരിക്കുന്നു. ഭാഗ്യം. അഹല്യാദേവിക്ക് ശാപമോക്ഷം സിദ്ധിക്കുന്ന കാഴ്ച ഞങ്ങൾക്കും കാണാനാകുമോ മഹർഷി? രാമ, അത് കാണുന്നതിന് മാത്രമല്ല, അതിന് കാരണമാകുന്നതിനും നിയോഗിക്കപ്പെട്ടവനാണ് നീ. ഞാനോ? എങ്ങനെ എങ്ങനെ മഹർഷി? പറയാം. ഈ കൊടുങ്കാട്ടിൽ എന്നാണോ ദശരഥ നന്ദനായ രാമൻ വന്നു ചേരുന്നത്, അന്ന് ഭവതിക്ക് ശാപമോക്ഷം ലഭിക്കുമെന്നാണ് ഗൗതമൻ നൽകിയ മോക്ഷോപായം. ചെല്ലു കുമാര, ആ ദേവകാര്യം നിവർത്തിക്കൂ. ശിലാഭാവത്തിൽ ഇരിക്കുന്ന അഹല്യയ്ക്ക് മോക്ഷമേകി മനുഷ്യഭാവം വീണ്ടെടുക്കൂ. അങ്ങനെ ആകട്ടെ ഗുരു. ദശരഥപുത്രനായ രാമൻ. അതെ ദേവി. അമൃതേശ്വരേ നമഃ. കള്ളനും കണ്ണനും ഒരു അമ്പലത്തിലെ സപ്താഹമാനം നടക്കുകയായിരുന്നു. തിരുമേനി ഉണ്ണിക്കണ്ണൻ്റെ രൂപം ഇങ്ങനെ വർണ്ണിക്കുകയാണ്. പീരി തിരുമുടി കൊണ്ടായിട്ട് വെച്ചിരിക്കണു, രത്നംപതിശമാല അണിഞ്ഞിരിക്കണു. എന്തൊരു ഭംഗി നമ്മുടെ ഉണ്ണിക്കണ്ണനെ കാണാൻ. ഈ വർണ്ണന ഇട്ടുകൊണ്ട് ഒരു കള്ളൻ അൽത്തറയിൽ ഇരുന്നുണ്ടായിരുന്നു. മുഷ്ടിക്കാൻ ഇറങ്ങിയതാ. തിരക്കുണ്ടപ്പോൾ സന്തോഷമായി. തിരുമേനിയുടെ ഉണ്ണിക്കണ്ണൻ്റെ വർണ്ണന കേട്ടപ്പോൾ കള്ളൻ ചിന്തിച്ചു, ഈ ഉണ്ണി എനിക്ക് കിട്ടിയ ജീവിതകാലം മുഴുവൻ സുഖമായിട്ട് കഴിയാ. കള്ളൻ കാത്തിരുന്നു. സപ്താഹമൊക്കെ കഴിഞ്ഞ് തിരുമേനി ഇറങ്ങി വരുമ്പോൾ കള്ളൻ എടുത്തു. എവിടെയാ ഉണ്ണി? എനിക്കിപ്പോൾ കിട്ടണം, അല്ലെങ്കിൽ ഞാനിപ്പോൾ തിരുമേനിയെ കൊല്ലും. ഉണ്ണിയോ? ഏതുണ്ണി? തിരുമേനിക്ക് ഒന്നും മനസ്സിലായില്ല. നിങ്ങൾ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ ആ ഉണ്ണി? അതൊരു കഥയാണ്. അല്ല, ഉണ്ണി ശരിക്കും ഉള്ളതാണ്. കള്ളൻ നിന്ന് രക്ഷപ്പെടാൻ തിരുമേനി പറഞ്ഞു,
കണ്ണനെ കാണാൻ കാട്ടിലൂടെ കുറേ നടക്കണം. അപ്പോൾ ഒരു പാറ കാണും. പാറയ്ക്കടുത്തോ ഒരു അരുവിയുണ്ട്. ആ അരുവി നീന്തി കിടന്ന് കുട്ടും കാട്ടിലെത്തിയിട്ട് ഉറക്കെ വിളിച്ചാൽ നിനക്ക് ആ കണ്ണനെ കിട്ടും. പാവം കള്ളൻ വിശ്വസിച്ചു. കള്ളൻ നടന്നു. വെറുതെ നടന്നല്ല. കണ്ണ കണ്ണ നീ എവിടെയാണ് കണ്ണ? ഒന്ന് വരൂ, ഞാൻ ഒന്ന് കാണട്ടെ. എല്ലാം മറന്നുള്ള തേങ്ങളിൽ ഉയർന്നു. അരുവി നീന്തി കിടന്നു കൊടുങ്കാട്ടിലെത്തി. രാത്രിയായി. ഇരുട്ടത്തൊരു വലിയ മരത്തിൻ്റെ വേര് തടഞ്ഞ് കള്ളൻ വീണു. ബോധമില്ല, പക്ഷെ ആരോ താങ്ങി. അർദ്ധമയക്കത്ത് ഉണർന്നപ്പോൾ കണ്ണൻ ഒരു പട്ടിൽ ആഭരണങ്ങൾ പൊതിഞ്ഞ് കള്ളൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തു. കണ്ണനെ കണ്ടതും കള്ളൻ ഉണർന്നു. എന്നാ നീ ആഗ്രഹിച്ച ആഭരണങ്ങൾ ഇതുകൊണ്ടും നിനക്കുള്ളതാ. കണ്ണ വേണ്ട കണ്ണ, എനിക്ക് എൻ്റെ കണ്ണനെ മാത്രം മതി. ആഭരണങ്ങൾ കയ്യിൽ കൊടുത്ത് കണ്ണൻ പറഞ്ഞു. കണ്ണനെ നഷ്ടപ്പെട്ട കള്ളൻ വെച്ച് നടന്നു. തിരുമേനയുടെ ഗൃഹത്തിലെത്തി. ആഭരണങ്ങൾ തിരുമേനയുടെ കയ്യിൽ കൊടുത്തു. ഇതാ കണ്ണൻ്റെ ആഭരണങ്ങൾ. അതെ തിരുമേനി, കണ്ണൻ വന്നു. ഞാൻ വേണപ്പെന്നെ താങ്ങിയെടുത്തു. എൻ്റെ കയ്യിൽ വെച്ച് തന്നതായി ആഭരണങ്ങൾ. തിരുമേനയുടെ ബോധം വളർന്നു. ഭഗവാനെ, എത്ര കാലമായി സപ്താഹം വായിക്കാൻ തുടങ്ങിയിട്ട് ഒരിക്കൽ പോലും അങ്ങൊന്ന് വന്നില്ലല്ലോ. ഭഗവാന്റെ ശരീരം കേട്ടു. തിരുമേനിക്ക് ഞാൻ വെറുമൊരു കഥയാണ്. പക്ഷേ കള്ളനാണെങ്കിലും എന്നെ അറിയാനുള്ള ഹൃദയം കള്ളനുണ്ടായി. കള്ളൻ്റെ കണ്ണനോടുള്ള സമർപ്പണം നമുക്കും കിട്ടാൻ പ്രാർത്ഥിക്കാം. ഓം അമൃതേശ്വരി. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം. അധ തൃതീയോऽധ്യായഃ. കർമ്മയോഗഃ. ശ്രീഭഗവാനുവാച. ദേവാൻ ഭാവയതാനേന ते देवा भावयन्तुवः. परस्परं भावयन्तः ശ്രേയപരമവാപ്സ്യഥാ. ഓം നമോ നാരായണായ. ഭഗവത്ഗീതയുടെ ഏറ്റവും മുഖ്യമായ ഒരു അധ്യായമെന്ന് തന്നെ നമുക്ക് 3-ാം അധ്യായത്തെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും. കാരണം ഭക്തി, ജ്ഞാനം, തപസ് മുതലായ മാർഗങ്ങളിലൂടെ ഈശ്വര സായുജ്യം നേടാം എന്ന് പണ്ടേ പ്രസിദ്ധമാണ്. എന്നാൽ ഭഗവത്ഗീത മുന്നോട്ട് വെക്കുന്നത് മറ്റൊരു വ്യാഖ്യാനമാണ്. അതിലൂടെ നമ്മുടെ കർമ്മങ്ങൾ തന്നെ ഈശ്വര സായുജ്യത്തിനുള്ള മാർഗമായി തീരും. അതായത് ഒരു വിദ്യാർത്ഥിക്ക്, ഒരു അധ്യാപികയ്ക്ക്, ഒരു പോലീസുകാരന്, ഒരു ഡോക്ടറിന് തുടങ്ങിയവർക്കെല്ലാം തൻ്റെ കർമ്മങ്ങൾ നിത്യമായി ചെയ്യുന്നതിലൂടെ ഈശ്വര സായുജ്യം നേടാം എന്നാണ് ഭഗവത്ഗീത നമ്മൾക്ക് മുന്നിലോട്ട് വെക്കുന്നൊരു മാർഗം. അതുകൊണ്ട് തന്നെ ഈ അധ്യായത്തിന് പരമമായ ഒരു സ്ഥാനം ഭഗവത്ഗീതയിലൂടെ നമ്മൾ എല്ലാവരും കൽപ്പിക്കുന്നു. ഇനി ഈ ശ്ലോകത്തിൻ്റെ അർത്ഥത്തിലേക്ക് കടക്കാം. നമ്മൾ ദേവന്മാരെ പോഷിപ്പിക്കുക, ദേവന്മാർ നമ്മളെ തിരിച്ചും പോഷിപ്പിക്കും. അങ്ങനെ പരസ്പരം പോഷിപ്പിച്ചുകൊണ്ട് ഇരുവരും പരമമായ ശ്രേയസിനെ നേടുക എന്നതാണ് ഈ ശ്ലോകത്തിൻ്റെ സാമാന്യമായ ഒരർത്ഥം. ആരെല്ലാമാണ് ദേവന്മാർ എന്ന് നമുക്ക് നോക്കാം. ദേവന്മാരായ ഇന്ദ്രൻ, അഗ്നി, വരുണൻ, വായു, യമൻ എന്നിവരെ ഇന്നത്തെ ഭാഷയിൽ നമുക്ക് പ്രകൃതി എന്ന് തന്നെ വിളിക്കാം. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ പ്രകൃതിയെ പോഷിപ്പിക്കുമ്പോൾ പ്രകൃതി തിരിച്ച് നമ്മളെയും പോഷിപ്പിക്കുന്നു. അങ്ങനെ ഇരുവരും പരസ്പരം പോഷിപ്പിച്ച് നല്ലൊരു പാരിസ്ഥിതികമായ വ്യാഖ്യാനം അതിന് കൊടുക്കാൻ കഴിയും. പരസ്പരം ഭാവയന്ത ശ്രേയപരമവാപ്സ്യത. പരസ്പരം പോഷിപ്പിക്കുക. ആരെയെല്ലാമാണ് പോഷിപ്പിക്കേണ്ടത്? രാഷ്ട്രം പൗരനെയും പൗരൻ രാഷ്ട്രത്തെയും പോഷിപ്പിക്കട്ടെ. അങ്ങനെ നോക്കുമ്പോൾ അത് ഉത്തമ രാഷ്ട്രതന്ത്രമായി മാറും. അതുപോലെ തന്നെ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലും മാതാപിതാക്കൾ തമ്മിലും അയൽ വീടുകൾ തമ്മിലും ഈ ഒരു കാര്യം ഉപയോഗിച്ച് പരമമായ ശ്രേയസിനെ നേടാൻ പറ്റും. വാസ്തവത്തിൽ സ്വാശ്രയം, പരാശ്രയം എന്നീ 2 മാർഗങ്ങൾക്കപ്പുറത്തായി പരസ്പരാശ്രയം എന്ന വലിയൊരു മാർഗത്തെയാണ് ഭഗവത്ഗീത നമുക്ക് മുന്നിലൂടെ തുറന്നു തരുന്നത്.
അതിൽ അടിമയോ ഉടമയോ ഇല്ല, ഉള്ളവനോ ഇല്ലാത്തവനോ ഇല്ല. കിളിക്ക് മരത്തിനെ പോലെയും മരത്തിന് കിളിയെ പോലെയും പരസ്പരം ആശ്രയിച്ചാണ് ആ മാർഗത്തിലൂടെ കഴിയുന്നത്. ഇതാണ് ഈ ശ്ലോകത്തിൽ നിന്ന് ഇതൾ വിരിയുന്ന അർത്ഥം. നമസ്തേ. യത്യതാചരതി ശ്രേഷ്ഠഃ തത്തദേവേതരോ ജനഃ സയത് പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ. അർത്ഥം വ്യാഖ്യാനിച്ചോളൂ. ശ്രേഷ്ഠനായ ഒരു വ്യക്തി എന്തിനെയാണോ ആചരിക്കുന്നത് അതാണ് മറ്റുള്ളവരും ആചരിക്കുന്നത്. ശ്രേഷ്ഠനായ ഒരു വ്യക്തി ഏതിനെയാണോ പ്രമാണമാക്കുന്നത് അതായിരിക്കും മറ്റുള്ളവരും പ്രമാണമാക്കുന്നത്. സമൂഹത്തിൽ എത്ര ഉയർന്നു നിൽക്കുന്നുവോ അത്രയും കൂടുതൽ ഉത്തരവാദിത്തം അയാൾക്കുണ്ടാകുന്നു. അതിനൊരു ദൃഷ്ടാന്തമാണ് മഹാത്മാഗാന്ധി. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം മാത്രം ആഗ്രഹിച്ച് അഹിംസയും സമാധാനത്തിൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിച്ച് ഒരു മഹത് വ്യക്തിയാണ് മഹാത്മാഗാന്ധി. അദ്ദേഹം എല്ലാ സുഖലോലുപതകളെയും ബഹുമതികളെയും പദവികളെയും ഒഴിഞ്ഞാണ് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പരിശ്രമിച്ചത്. അഹങ്കാരികളെ നിഗ്രഹിക്കുവാൻ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ അവതാരമായി അവതരിച്ചവൻ പരശുരാമൻ. ജമദഗ്നി മഹർഷിക്ക് രേണുകയിൽ നർമ്മദാ നദീതീരത്തു പൂജാതനായി അച്ഛനിൽ നിന്നും വേദാധ്യയനം ചെയ്തു. ഭഗവാൻ പരമശിവനിൽ നിന്നും ധനുർവിദ്യയും ആയുധങ്ങളും നേടി. ധനുർവിദ്യ അഭ്യസിക്കുന്നതിനായി ഹിമാലയൻ സാനുക്കളിൽ അനേകം വർഷം ഭഗവാൻ പരമശിവന്റെ പ്രസാദത്തിനായി തപസ്സനുഷ്ഠിച്ചു. ഒടുവിൽ ദേവന്മാരെ നിരന്തരം ആക്രമിക്കുന്ന അസുരന്മാരെ നിഗ്രഹിക്കാൻ ഭഗവാൻ മഹാദേവന്റെ കൽപ്പനയുണ്ടായി. ആയുധമോ വരമോ ഇല്ലാതെ ഞാനെങ്ങനെ യുദ്ധത്തിന് പോകും? അപ്പോൾ മഹാദേവന്റെ കൽപ്പനയുണ്ടായി. പോകന്റെ സമ്മതത്തോടെ നീ ഹനിക്കും രിപുക്കളെ എന്ന ആജ്ഞയുടെ ബലത്തിൽ രണഭൂമിയിൽ ശത്രുക്കളെ നിഗ്രഹിച്ചു. ശേഷം ഇതിൽ സംതൃപ്തനായ മഹാദേവൻ ദിവ്യാസ്ത്രങ്ങളും വരങ്ങളും നൽകി. ആ ആയുധശേഖരത്തിൽ പ്രധാനപ്പെട്ടതും വിശിഷ്ടവുമായ ആയുധമായിരുന്നു പരശു. ഇതിന്റെ ഉപയോഗത്തിൽ വിദഗ്ധനായതിനാൽ പരശുരാമനായി. ഒരിക്കൽ വനമധ്യത്തിലെ തടാകത്തിൽ ഗന്ധർവ അപ്സരസുകളുടെ ജലക്രീഡ കണ്ട് താമസിച്ചതിനാൽ മാതാ രേണുകയോട് പിതാവ് ജമദഗ്നി മഹർഷി കോപിച്ചു. കോപമടക്കാനാവാതെ പുത്രന്മാരെ വിളിച്ചു വരുത്തി മാതാവിനെ വെട്ടിക്കൊല്ലാൻ ആവശ്യപ്പെട്ടു. അന്ന് പുത്രന്മാരാരും അതനുസരിച്ചില്ല. എന്നാൽ ഈ രാമൻ, ഈ പരശുരാമൻ പിതാവിന്റെ വാക്യത്തെ ഗുരുവാക്യമായി കണ്ട് മാതാവിനെ വെട്ടിക്കൊലപ്പെടുത്തി. ശേഷം ബോധരഹിതനായ എന്നെ അച്ഛൻ ആശ്ലേഷിച്ചു. എന്ത് വരം വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അമ്മയ്ക്ക് ജീവൻ നൽകണം. പിതാവ് മാതാവിനെ ജീവൻ നൽകി. ഒരിക്കൽ
വനാന്തരങ്ങളിൽ വേട്ടയാടി ക്ഷീണിച്ച രാജാവ് കാർത്ത വീരാർജുനൻ അനുചാരന്മാരോടൊപ്പം കാട്ടിലലഞ്ഞപ്പോൾ പിതാവ് ജമദഗ്നി മഹർഷി തന്റെ ആശ്രമത്തിലേക്ക് ക്ഷണിക്കുകയും കാമധേനുവിന്റെ സഹായത്തോടെ വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കി നൽകുകയും ചെയ്തു. കാമധേനുവിന്റെ ഗുണഗണങ്ങൾ അറിഞ്ഞ രാജാവ് കാമധേനുവിനെ ആവശ്യപ്പെട്ടു. ആവശ്യം നിരസിച്ച പിതാവ് ജമദഗ്നി മഹർഷിയെ 1000 കൈയുള്ള കാർത്ത വീരാർജുനൻ നിഗ്രഹിച്ചു. ശേഷം കാമധേനുവിനെ അപഹരിച്ചു. ഇതിൽ അരിശം പൂണ്ട ഞാൻ കാർത്ത വീരാർജുനനെ നിഗ്രഹിച്ചു. ശേഷം 21 പ്രാവശ്യം ഭാരതദേശം മുഴുവൻ ചുറ്റി നടന്ന് ക്ഷത്രിയ നിഗ്രഹം നടത്തി. ആ ക്ഷത്രിയ രുധിരങ്ങൾ 5 കയങ്ങളാക്കി പിതൃക്കൾക്ക് തർപ്പണം ചെയ്തു. ഈ സമയം പ്രത്യക്ഷപ്പെട്ട പിതൃക്കളോട് എന്റെ പാവങ്ങൾ പരിഹരിക്കണമെന്നും ഈ 5 രക്തക്കയങ്ങൾ തീർത്ഥങ്ങളായി ഭവിക്കണമെന്നും ആവശ്യപ്പെട്ടു. അന്നു മുതൽ സമന്ത പഞ്ചകം എന്നറിയപ്പെട്ട സ്ഥലമാണ് പിൽക്കാലത്ത് കൗരവ പാണ്ഡവ രണഭൂമിയായ കുരുക്ഷേത്രമായത്. ക്ഷത്രിയ നിഗ്രഹം നടത്തിയപ്പോൾ കിട്ടിയ ധനവും സമ്പത്തും കശ്യപ മഹർഷിക്കും ബ്രാഹ്മണർക്കും ദാനം ചെയ്തു. ധനവും സമ്പത്തും ഇല്ലാതെ എന്നെ കശ്യപ മഹർഷി പുറത്താക്കി. ഞാനാ ഭാരതദേശം മുഴുവനും അലഞ്ഞു നടന്നു. ശ്രീരാമ സീത വിവാഹാനന്തരം അയോധ്യയിലേക്ക് മടങ്ങവേ ശ്രീരാമ സീത ദമ്പതികളെ തടഞ്ഞു നിർത്തി വൈഷ്ണവജാപം കുലയ്ക്കാൻ ആവശ്യപ്പെട്ടു. അതിലൂടെ ശ്രീരാമചന്ദ്രന്റെ വൈഷ്ണവ തേജസ് നേരിട്ട് കണ്ട നാം ശ്രീരാമചന്ദ്രന് വൈഷ്ണവജാപം നൽകി അനുഗ്രഹിച്ചു. ശേഷം മഹേന്ദ്രഗിരിയിലേക്ക് തപസ്സിനായി പോയി. ശ്രേഷ്ഠ ഭാരത ഓം നമഃശിവായ. യോഗമായയുടെ അവതാരമായ ഞാൻ കശ്യപ പ്രജാപതിയുടെ പുനർജന്മമായ വസുദേവരുടെയും രോഹിണിയുടെയും മകളും ദേവകിയുടെ വളർത്തുമകളുമാണ്. യദുകുലവംശ നായകനായ ഭഗവാൻ ശ്രീകൃഷ്ണനും ബലരാമനും സാരണനുമാണ് എൻ്റെ പ്രിയ സഹോദരങ്ങൾ. വില്ലാളി വീരനായ അർജുനന്റെ പ്രിയപത്നിയായ ഞാൻ അഭിമന്യുവിൻ്റെ മാതാവുമാണ്. എന്നെ വീരപത്നി എന്നും വീരപുത്രി എന്നും വീരമാതാവെന്നും വിശേഷിപ്പിക്കുന്നു. വസുദേവരുടെ വാത്സല്യനിധിയും ഭദ്രഭാഷിണിയുമായ എൻ്റെ പേര് സുഭദ്ര എന്നാണ്. അപ്പോ മീര നല്ല സുന്ദരിയായിട്ടുണ്ട്. അടുത്തെന്താണ്? ചോദ്യങ്ങൾ നേരിടണം. ഓക്കെ, അപ്പൊ സുഭദ്രയോട് ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം നന്നായിട്ട് തന്നെ ഉത്തരം പറയാൻ സാധിക്കട്ടെ. അപ്പോ ടീം ബി ചിന്മയ വിദ്യാലയ കുന്നുംപുറം ചോദ്യങ്ങൾ റെഡിയല്ലേ? അപ്പൊ ചോദിച്ചോളൂ. എവിടെ വച്ചാണ് അർജുനൻ തനിക്ക് സുഭദ്രയെ വിവാഹം കഴിക്കണമെന്ന ആഗ്രഹം കൃഷ്ണനെ അറിയിച്ചത്? രൈവതക പർവ്വതത്തിൽ വെച്ച്. സർ, ഉത്തരം ശരിയാണോ തെറ്റാണോ? ഉത്തരം ശരിയാണ്. ശരിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ആര് നടത്തിയ യാഗത്തിൽ പങ്കെടുക്കാനാണ് സുഭദ്ര ദ്വാരകയിൽ നിന്ന് ഹസ്തിനപുരിയിലേക്ക് പോയത്? യുധിഷ്ഠിരൻ നടത്തിയ യാഗത്തിൽ. ഉത്തരം ശരിയാണോ തെറ്റാണോ? ഉത്തരം ശരിയാണ്. 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 മൂന്നാമത്തെ ചോദ്യം. ആദ്യമായി സുഭദ്രയെ പറ്റി അർജുനനോട് പറഞ്ഞതാര്? ഗദൻ. സർ, ഉത്തരം ശരിയാണോ? ശരി ഉത്തരാണ്. ശരിയാണ്. അടുത്ത ചോദ്യം. അർജുനൻ സുഭദ്രയെ ഹരണം ചെയ്ത ശേഷം സ്ത്രീധനം ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് കൊണ്ടുവന്നത് ആരൊക്കെയാണ്? ബലരാമൻ. സർ, ശരിയാണോ തെറ്റാണോ ഉത്തരം? ഉത്തരം തെറ്റാണ്. ഉത്തരം തെറ്റാണ്. ശരി, ഒരു ചോദ്യം കൂടെ ബാക്കിയുണ്ട് അല്ലേ? സുഭദ്രയുടെ സപത്നിമാർ ആരെല്ലാം? ഉലൂബിയും ചിത്രാംഗതയും. ശരിയാണോ സർ? ശരി ഉത്തരാണ്. ശരി ഉത്തരമാണ്. അച്ഛ
അജ്ഞാനോത്ഭവങ്ങളാം ജന്മാദിഷഡ്ഭാവങ്ങൾ സുജ്ഞാനസ്വരൂപനാം നിങ്കലില്ലല്ലോ പോറ്റി. നിർവികാരാത്മാ പരിപൂർണനായിരിപ്പോരു നിർവാണപ്രദനല്ലോ നിന്തിരുവടി പാർത്താൽ. വന്നിയിൽ ധൂമം പോലെ വാരിയിൽ മുല പോലെ നിന്നുടെ മഹാമായ വൈഭവം ചിത്രം ചിത്രം. അജ്ഞാനത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതായ ജന്മം, ജരമൃത്യു തുടങ്ങിയുള്ളതായ ഷഡ്ഭാവങ്ങൾ നിന്നിൽ ഇല്ലല്ലോ പ്രഭോ. നിർവികാരനും പരിപൂർണനുമായ അവിടുന്ന് മുക്തിപ്രദനുമാകുന്നു. തീയിൽ പുക പോലെ ജലത്തിൽ നുര പോലെ സർവത്തിലും നിറഞ്ഞ നിന്റെ മായാവൈഭവം അപാരം തന്നെയല്ലോ. ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാർ ഉരകങ്ങളെ പോലെ. മൈഥിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൽ കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനും. അധ്യാത്മരാമായണം ബാലകാണ്ഡത്തിൽ പുത്രകാമേഷ്ടിക്കു ശേഷം ദശരഥൻ 4 പുത്രന്മാർ ജനിക്കുന്നതും അവർ വളർന്നു വലുതായി മിടുക്കന്മാരായി വളരുന്നതും വർണ്ണിക്കുന്നു. തുടർന്ന് വിശ്വാമിത്രന്റെ യാഗരക്ഷയ്ക്ക് രാമലക്ഷ്മണന്മാർ കൂടെ പോകുന്നതും യാഗരക്ഷയ്ക്കു ശേഷം മിഥിലയിലെത്തി സീതാ സ്വയംവരത്തിനു വേണ്ടി ശ്രീരാമൻ ദിവ്യചാപം ഭഞ്ജിക്കുന്നതായി വർണ്ണിക്കുന്നു. വില്ല് മുറിഞ്ഞ ശബ്ദം കേട്ട സീതയുടെ മനസ്സിലെ സന്തോഷം വർണ്ണിക്കുന്ന വരികളാണ് ഇവിടെ പാരായണം ചെയ്തത്. മനോഹരമായ കാവ്യകൽപ്പനയാണ് ഇവിടെ എഴുത്തച്ഛൻ അവതരിപ്പിച്ചിട്ടുള്ളത്. പോലെ എന്ന ശബ്ദം കൊണ്ട് സുന്ദരമായ ഉപമാലങ്കാരം പ്രതീതമാകുന്നു. വില്ല് മുറിഞ്ഞ ശബ്ദം ഇടിവെട്ടുന്നത് പോലെയായിരുന്നു. ഇടിവെട്ടുമ്പോൾ പാമ്പുകൾ പേടിച്ച് മാളങ്ങളിൽ ഒളിക്കും. അതുപോലെ അവിടെ കൂടിയ രാജാക്കന്മാർ പേടിച്ചു നടുങ്ങിപ്പോയി. മഴയുടെ ആരംഭം കുറിക്കുന്ന മേഘങ്ങളുടെ ശബ്ദം കേട്ടാൽ മയിൽപേടകൾ പീലി വിടർത്തി ആനന്ദ നൃത്തം ചെയ്യും. അതുപോലെ മൈഥിലിയും മനസ്സിൽ ആനന്ദ നൃത്തം ചെയ്തു. എഴുത്തച്ഛന്റെ മനോഹരമായ കാവ്യഭാവനയ്ക്കുള്ള ഉത്തമോദാഹരണമാണ് ഈ വർണ്ണന. മയ്യായിരം കിങ്കരന്മാരും കൂടി മൃത്യുശാസന ചാപം എടുത്തു കൊണ്ടുവന്നാർ. ഖണ്ഡസഹസ്രമണി വസ്ത്രാദി വിഭൂഷിതം കണ്ടാലും ത്രയംബകമെന്നിതു മന്ത്രീന്ദ്രനും. പറയൂ മഹാരാജൻ, മിഥിലാപുരിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ആ ശൈവചാപത്തിന്റെ വിശേഷങ്ങൾ പറയൂ. ശിവഭഗവാന്റെ കരപരിലാളനമേറ്റ് ആ വില്ലു കാണുവാൻ എന്തെങ്കിലും തടസ്സമുണ്ടോ? ഇല്ല മഹർഷി, ഒരു തടസ്സവുമില്ല. പണ്ട് ദക്ഷയാഗം ശമിപ്പിക്കുവാൻ ശിവഭഗവാൻ കുലച്ച വില്ലാണത്. കോപിഷ്ഠനായ ശിവനെ അന്ന് ദേവന്മാർ സ്തുതികൾ കൊണ്ട് ശാന്തനാക്കി. അതിൽ സന്തുഷ്ടനായ ശിവൻ ദേവന്മാർക്ക് ഈ വില്ല് സമ്മാനിച്ചു. ദേവന്മാർക്ക് ലഭിച്ച വില്ലെങ്ങനെ മിഥിലയിലെത്തി മഹാരാജൻ? അത് ദേവന്മാർ തന്നെ സമ്മാനിച്ചതാണ്. മിഥിലാധിപനായിരുന്ന ദേവരാജ രാജാവിന്. ഇത്രയും കാലം അത് വെറും ഒരു ദേവസമ്മാനം മാത്രമായിരുന്നു. ഇന്നു പക്ഷേ അതിന് മറ്റൊരു ദൗത്യം കൂടെയുണ്ട്. എന്താണത്? അത് പറയാം. അതിനു മുമ്പ് ഭൂമിദേവി എനിക്ക് തന്ന ഒരു ദിവ്യനിധിയെ കുറിച്ചൊന്ന് പറഞ്ഞോട്ടെ. ഏതാണ്ട് ഒരു വ്യാഴവട്ടം മുമ്പാണ് ശ്രേഷ്ഠമായൊരു യജ്ഞം ചെയ്ത് അവസാനിപ്പിച്ചിട്ട് ആ യാഗഭൂമി ഒഴിവിക്കുകയായിരുന്നു ഞാൻ. അങ്ങനെ കലപ്പ കൊണ്ട് ഉഴുതു നീങ്ങുമ്പോൾ ഉഴവുചാലിൽ നിന്ന് എനിക്കൊരു പെൺകുട്ടിയെ കിട്ടി. ഉഴവുചാലിൽ നിന്ന് പെൺകുട്ടിയോ? അതെ, പെൺകുട്ടി. ഭൂമിപുത്രിയായ അവളെ ഞാൻ സീത എന്ന് വിളിച്ചു. അവൾ വളർന്നു. അവളുടെ ശീലഗുണത്തെക്കുറിച്ചും സൗന്ദര്യത്തെക്കുറിച്ചും കേട്ടറിഞ്ഞ രാജാക്കന്മാർ അവളെ വധുവാക്കാനായി വന്നു നിരന്നു.
യോഗ്യന്മാരും അയോഗ്യന്മാരുമായ ഒരുപാട് രാജാക്കന്മാർ. എന്നാൽ അവരിൽ പരമയോഗ്യനായവൻ തന്നെ സീതയെ വരിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. അതിന് വീര്യശുൽക്കം പ്രഖ്യാപിച്ചു. എന്തായിരുന്നു അങ്ങ് പ്രഖ്യാപിച്ച വീര്യശുൽക്കം? മറ്റൊന്നുമല്ല, ആ ശൈവചാപം എടുത്തു കുലച്ച് ഞാൻ വലിക്കണം. അത്രയേ ഉള്ളൂ. പക്ഷേ അതത്ര ക്ഷിപ്രസാധ്യമായൊരു കാര്യമായിരുന്നില്ല. സീതാപതിയാകാൻ കൊതിച്ച് രാജാക്കന്മാർ ഓരോരുത്തരായി വന്നു. പക്ഷേ അവർക്കാർക്കും തന്നെ ആ വില്ലൊന്നെടുത്തുയർത്തുവാൻ പോലും സാധിച്ചില്ല. ആ പള്ളിവില്ല് ഇപ്പോഴും കുലയ്ക്കാതെ സൂക്ഷിച്ചിരിക്കുകയാണോ മഹാരാജൻ? അതെ കുമാര, ആ വില്ല് അങ്ങനെ തന്നെയുണ്ട്. അത് കുലയ്ക്കുന്ന വീരന് വേണ്ടി എന്റെ കൊച്ചു സീത വീര്യശിൽക്കിയായി മിഥിലാപുരിയിൽ ഇപ്പോഴും കാത്തിരിപ്പുണ്ട്. എന്നാൽ മഹാരാജൻ, ഈ കുമാരന്മാർക്ക് ആ വില്ലു കാണുവാനുള്ള അവസരമുണ്ടാക്കിയാലോ? തീർച്ചയായും വരൂ, നമുക്ക് ആ വില്ലു കാണാം. കുമാരന്മാരെ, ഇതാണ് ആ മഹേശ്വര ചാപം. എത്രയോ ഭടന്മാർ ചേർന്നാണ് ഇതിവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചത്. മഹാരാജൻ, ഞാൻ ഈ വില്ലിനെ ഒന്ന് തൊട്ടോട്ടെ? കുമാരന് വില്ലിൽ തൊടാം, വില്ലുയർത്താം, ഞാൻ തൊടുക്കാം, അമ്പയക്കാം. ഒന്നിനും ഒരു പ്രതിബന്ധവുമില്ല. ജയിച്ചാൽ വൈദേഹിയെ, എന്റെ പുത്രിയെ വരിക്കുകയും ചെയ്യാം. രഘുകുലവര ചരിത്രം ക്രമേണ കീർത്തിച്ചിടുന്നതീ ശ്രേഷ്ഠമാം ഭാരതേ, കീർത്തിച്ചിടുന്നതീ ശ്രേഷ്ഠമാം ഭാരതേ. ഭജഭവ ഭയാപഹം ഭാനുകോടി പ്രഭം ശ്രേഷ്ഠ ഭാരതേ, ശ്രേഷ്ഠ ഭാരതം. ജഗൽ സ്വാമിയാക്കിയ ഭഗവാനെ ജന സംസതി ഗാഠാശ്ലേക്ഷവും ചെയ്താനല്ലോ. ഇടിവെട്ടിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ട് നടുങ്ങി രാജാക്കന്മാർ ഉരകങ്ങളെ പോലെ. മൈഥിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൾ. ഓം അമൃതേശ്വരി നമഃ. നമുക്കിന്ന് ശ്രീമദ് ഭഗവത്ഗീതയിലൂടെ ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് കർമ്മത്തെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് നോക്കാം. 3-ാം അധ്യായമാകുന്ന കർമ്മയോഗത്തിലെ 5-ാമത്തെ ശ്ലോകം ഒന്ന് കേട്ടു നോക്കൂ. നഹി കശ്ചിത് ക്ഷണമപി ജാതു തിഷ്ഠത്യ കർമ്മകൃത് കാര്യത്തെ ഹ്യവശഃ കർമ്മ സർവപ്രകൃതിജൈർഗുണൈഃ. അതായത് ആർക്കും ക്ഷണനേരം പോലും കർമ്മം ചെയ്യാതിരിക്കാൻ സാധിക്കില്ല. എല്ലാവർക്കും പ്രകൃതിയിൽ നിന്നും ജനിച്ചിട്ടുള്ള സത്വരജ തമോ ഗുണങ്ങളാൽ നിർബന്ധിതരായി കർമ്മം ചെയ്യേണ്ടതായി വരുന്നു. ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഓരോ പ്രാണിയിലും പ്രകൃതിയാൽ നിർമ്മിക്കപ്പെട്ട ത്രിഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നു. ത്രിഗുണങ്ങൾ എന്ന് വെച്ചാൽ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്നിവയാണ്. പക്ഷേ ഈ ഗുണങ്ങൾ ഓരോരുത്തരിലും പല അളവിലായിരിക്കും കാണുന്നത്. നമ്മളിലുള്ള ഗുണങ്ങളാണ് നമ്മളെ ഓരോ കർമ്മങ്ങൾക്കും പ്രേരിപ്പിക്കുന്നത്. അല്ലാതെ ഒരു വ്യക്തിക്ക് താൻ എന്ത് കർമ്മം ചെയ്യണമെന്ന് നിശ്ചയിക്കാൻ സ്വാതന്ത്ര്യമില്ല. എന്നാലോ ഒരു നിമിഷം പോലും കർമ്മം ചെയ്യാതിരിക്കാനും സാധിക്കില്ല. ഇത് പറയുമ്പോൾ ഓർമ്മ വരുന്നത് ഒരു കൃഷിക്കാരൻ തൻ്റെ കൃഷിസ്ഥലത്ത് രാവിലെ തൊട്ട് ഉച്ച വരെ കൃഷിയെല്ലാം ചെയ്ത് ഉച്ചഭക്ഷണവും കഴിച്ച് അല്പനേരം വിശ്രമിക്കാൻ വേണ്ടി
ഒരു മരച്ചുവട്ടിൽ കിടന്നു. ക്ഷീണം കാരണം പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോവുകയും ചെയ്തു. ഉറക്കത്തിൽ നല്ല സ്വപ്നവും കണ്ടു തുടങ്ങി. ഇവിടെ നമുക്ക് തോന്നാം ആ കൃഷിക്കാരൻ ഈ സമയം ഒരു കർമ്മവും ചെയ്യുന്നില്ല എന്ന്. എങ്കിലത് ശരിയാണോ? ആ കൃഷിക്കാരൻ തൊട്ടു മുൻപേ കഴിച്ചിട്ടുള്ള ഭക്ഷണത്തിൻ്റെ ദഹനം നടക്കുന്നുണ്ട്, ശ്വസിക്കുന്നുമുണ്ട്. അതുമാത്രമാണോ, നല്ല സ്വപ്നത്തിലുമാണ്. ഇവയെല്ലാം കർമ്മം തന്നെയാണല്ലോ. അതായത് ഒരുവന്റെ ബാഹ്യമായ ശരീരം പ്രവർത്തിക്കാതിരിക്കുമ്പോഴും അവൻ്റെ ആന്തരിക ശരീരവും മനസ്സും ബുദ്ധിയും കർമ്മനിരതമാണ്. ഇനി നമുക്ക് നമ്മുടെ കർമ്മത്തെ എങ്ങനെയാണ് കർമ്മയോഗമാക്കി മാറ്റാൻ പറ്റുക എന്ന് നോക്കാം. ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും അത് താനല്ല ചെയ്യുന്നത്, മറിച്ച് തന്നിലൂടെ ഈശ്വരൻ ചെയ്യിപ്പിക്കുന്നു എന്ന ബോധത്തോടും ഫലം ഈശ്വരനിൽ അർപ്പിച്ചുകൊണ്ടും ചെയ്യുന്ന കർമ്മം കർമ്മയോഗമാവുന്നു. ഇവിടെ എൻ്റേതെന്നോ ഞാനെന്നോ ചിന്തിക്കുന്നില്ല. താൻ ഈശ്വരൻ്റെ കയ്യിലെ ഒരു ഉപകരണമാണെന്നും തന്നിലൂടെ ഈശ്വരൻ്റെ ഇച്ഛയാണ് നടത്തിക്കുന്നത് എന്നും ചിന്തിച്ചാൽ നമുക്ക് കർമ്മത്തിൽ ബന്ധമുണ്ടാവുന്നില്ല. മരണം വരെയും കർമ്മം ചെയ്യണമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ പിന്നെ ചെയ്യുന്ന കർമ്മം എന്തും മറ്റുള്ളവർക്ക് ഉപകാരമാവും വിധം ചെയ്യുന്നതല്ലേ നല്ലത്. ഓരോ വ്യക്തിയും സ്വധർമ്മം അനുഷ്ഠിക്കുക എന്നതും വളരെ പ്രാധാന്യമുള്ളതു തന്നെയാണ്. റോഡിലൂടെ വാഹനം ഓടിക്കുന്ന ഒരു വ്യക്തി വളരെ ശ്രദ്ധയോടും നിയമങ്ങൾ അനുസരിച്ചും വാഹനം ഓടിക്കുക എന്നത് സ്വധർമ്മമാണ്. എന്നാൽ സ്വധർമ്മം അനുഷ്ഠിക്കാതെ വാഹനം ഓടിച്ചാൽ ചിലപ്പോൾ തനിക്കോ അതുവഴി മറ്റുള്ളവർക്കോ അപകടം സംഭവിക്കാം. അതുകൊണ്ട് തന്നെ ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും സ്വധർമ്മം പാലിച്ചുകൊണ്ടും തന്നിലൂടെ ഈശ്വരൻ്റെ ഇച്ഛയാണ് നടക്കുന്നത് എന്നും ചിന്തിച്ച് ഓരോ കർമ്മത്തെയും കർമ്മയോഗമാക്കി മാറ്റുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഉള്ളവരുടെ വാക്കുകൾ അമ്പൂറ്റിയമ്മയുടെ പാദത്തിൽ സമർപ്പിക്കുന്നു. ഓം അമൃതേശ്വരി നമഃ.